ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന 4-ാം തീയതി അവസാന ഡേറ്റ് ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ തസ്തികകൾ PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഒരു തസ്തികകളുടെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒന്നുകൂടി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു തസ്തിക അപേക്ഷിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തസ്തികകൾ ഏതൊക്കെയാണ് എന്ന് ഒന്നുകൂടി പറയാം. മറക്കാതിരിക്കുക. തസ്തികയുടെ എണ്ണമോ തസ്തികയുടെ നമ്പറോ ഒന്നും നോക്കിയാകരുത് നിങ്ങൾ അപേക്ഷിക്കാതിരിക്കുന്നത്. ഒരു തസ്തിക ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട തസ്തികകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന തസ്തികയാണ്. ഈ ഒരു തസ്തികയിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ളതാണ് തസ്തിക. 10ാം ക്ലാസ്സും ഒപ്പം തന്നെ ITയും അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതിന് മുകളിലേക്ക് അടിസ്ഥാന യോഗ്യതകൾ ഉള്ള എല്ലാവർക്കും ഈ പോസ്റ്റിൽ അപേക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ ഒരു തസ്തികയുടേത്. അതായത് BTechോ MTechോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു തരാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 13/2025 ആണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ തസ്തികയിലേക്ക് എത്തുകയും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37,400 രൂപ മുതൽ 79,000 വരെയാണ് നിലവിൽ ഈ ഒരു സാലറി പേ സ്കെയിൽ എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഇതിൻ്റെ യോഗ്യതകൾ ഒന്നുകൂടി പറയാം. BTech ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്നതാണ്. MTech ഉണ്ടെങ്കിലും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം തീയതി വരെയാണ്. ഇനിയും ഇതിൻ്റെ ലാസ്റ്റ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, അതായത് അവസാനമായിട്ട് നടന്ന എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഒരു എക്സാമിനേഷൻ്റെ കാറ്റഗറി നമ്പർ 310/2019 ആയിരുന്നു. ഇതിൻ്റെ DOE വന്നത് 31/10/2022 അന്ന് ഈ ഒരു എക്സാമിനേഷന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 74 മാർക്കായിരുന്നു. അന്ന് മാക്സിമം മാർക്കായിട്ട് ടെസ്റ്റിൽ സ്കോർ ചെയ്തത് 82.33 ആണ്. ഇനി അതിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് 33 തസ്തികൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അഡ്വൈസ് പോകും. കാരണം ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുന്നവരെ ഇതിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് അഡ്വൈസ് പോകും. മുഴുവൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 148 ആണ്. ഇനി ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു തസ്തികയിലേക്കൊക്കെ അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു നമ്പറാണ് എന്നുകൂടി ഓർക്കണം. അതായത് മത്സരത്തിൻ്റെ ഒരു കോമ്പീറ്റൻസി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിച്ച് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 82 എന്ന് പറയുന്ന മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. 80-ന് മുകളിൽ സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനിയും അടുത്ത തസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻമാൻ എന്ന് പറയുന്നൊരു തസ്തികയാണ്. ഈ ലൈൻമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയുന്ന പോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് KSEBയിലേക്കല്ല, മറിച്ച് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. നിങ്ങളൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടായിട്ട് മാറുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും ഈ ലൈൻമാനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിനുശേഷം മറ്റ് ചില ജില്ലകളിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ നിങ്ങൾ അപേക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ അപേക്ഷിക്കാതിരിക്കരുത്. ഇപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നിങ്ങനെ ഉള്ള ജില്ലകളിലേക്കാണ്. നേരത്തെ പത്തനംതിട്ട, കാസർഗോഡ് മുതലായ ജില്ലകൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആ ഒരു പോസ്റ്റിൽ അപേക്ഷിച്ചവർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർക്കുക, ഇത് നിങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് PWDയിലേക്കാണ്. PWD ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 26,500 രൂപ മുതൽ 60,700 രൂപ വരെ സാലറി കിട്ടുന്ന ഒരു തസ്തികയിലാണ് നിങ്ങൾ നിയമിതരാകുന്നത്. 32/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനും അപേക്ഷിക്കുവാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം 4-ാം തീയതിയാണ്. അതായത് ഇനി ചുരുങ്ങിയ ദിവസങ്ങളാണ്. ഇനി ഒരു ദിവസം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് എന്ന് ഓർക്കണം. അതായത് മറ്റേനാളി വൈകുന്നേരം 4 മണിയോടുകൂടി അല്ലെങ്കിൽ 12 മണിയോടുകൂടി ഒരു ആപ്ലിക്കേഷൻ്റെ വിൻഡോ ക്ലോസ് ആകും. പിന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല. ഈ നോട്ടിഫിക്കേഷൻ കാണാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങൾ കയറി ഇത് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്ന ജില്ലകളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാടാണ്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു ജില്ല പ്രിഫർ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധിയാണ്. എന്നാൽ ഇതിൽ നിയമപരമായ വയസ്സളവ് OBC, SC, ST മുതലായ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനു മുമ്പ് വിളിച്ചിരുന്ന എക്സാമിനേഷൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 436/2024 അന്ന് വിളിച്ചിരുന്ന ജില്ലകളെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട, കാസർഗോഡ്, വയനാടാണ്. ഈ ഒരു തസ്തികയിൽ അപേക്ഷിച്ചവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു എക്സാമിനേഷനോട് കൂടിയുള്ള അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്സിന് ശേഷമുള്ള NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITA ആണ് എന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് മുകളിലോട്ട് ഡിപ്ലോമയും ഒപ്പം തന്നെ BTech, MTech മുതലായ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. ഓർത്തെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് PWD ആയതുകൊണ്ട് തന്നെ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകൾ ഏറെയാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെ വേണം നിങ്ങളെ ഒരു പോസ്റ്റിനെ അപ്രോച്ച് ചെയ്യുവാൻ. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് ഈ ഒരു തസ്തികയിൽ കയറാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നടന്നിരിക്കുന്ന നിയമനങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഇവിടേക്ക് നോക്കുമ്പോൾ നേരത്തെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ എക്സാമിനേഷൻ നടന്നിട്ട് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 67.67 എന്ന മാർക്കായിരുന്നു. അന്ന് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന കാൻഡിഡേറ്റുകളുടെ എണ്ണം 136 ആയിരുന്നു. ഇനി കൊല്ലം എന്ന് പറയുന്ന ജില്ലയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്ന് അവിടെ വന്ന കട്ട് ഓഫ് മാർക്ക് 80.33 28 കാൻഡിഡേറ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും അതിൽ 13 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തു. ഇനി എറണാകുളം എന്ന് പറയുന്ന ജില്ല എടുക്കുമ്പോൾ അവിടെ 78.33 എന്ന് പറയുന്ന മാർക്ക് കട്ട് ഓഫ് ആവുകയും 31 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും 25 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തിരിക്കുന്നു. തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ല നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 78 മാർക്ക് കട്ട് ഓഫ് ആവുകയും 53 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും 20 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തിരിക്കുന്നു എന്ന് കാണാൻ പറ്റുന്നു. പാലക്കാട് എന്ന് പറയുന്ന ഒരു ജില്ല എടുക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് 83.67 എന്നൊരു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും കാൻഡിഡേറ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 20 എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൃത്യവും ചിട്ടയുമായുള്ള തയ്യാറെടുപ്പുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നിങ്ങൾക്ക് സാധ്യമാണ്. ലൈൻമാൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കൃത്യമായി തയ്യാറെടുക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ലൈൻമാൻ്റെ കോഴ്സും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് തയ്യാറെടുത്ത് തുടങ്ങുക. പ്രത്യേകിച്ചും BTech ബിരുദധാരികൾക്കും ഡിപ്ലോമ ബിരുദധാരികൾക്കും ഒക്കെ ഈ ഒരു പോസ്റ്റിൽ കയറിയാലും പ്രൊമോഷൻ സാധ്യതകൾ ഏറെയുള്ളൊരു തസ്തിക ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജീവിതത്തിൽ ചിട്ടയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചിട്ടയായ ഒരു പഠനം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിയാൽ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറുമായി ബന്ധപ്പെട്ട കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് ചിട്ടയായ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ സർക്കാർ ജോലി എന്ന ലക്ഷ്യം നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നേരിട്ട് അറിയാൻ പറ്റും. മാത്രവുമല്ല ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറക്കണ്ട, ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. നല്ലൊരു സർക്കാർ ജോലിയാണ് നിങ്ങളെ തേടിയെത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.